ഇത് മൊത്തത്തിലായി പോയി കഴിഞ്ഞാൽ ഒരു മെനു ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോഴും ഓർത്തത്. അപ്പം നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഹെയർ കളർ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഹെയർ കളർ ഒന്ന് യൂസ് ചെയ്യാം. ഞാൻ മോച്ച ബ്രൗൺ ആട്ടോ വാങ്ങിയേക്കണേ. ഇങ്ങനെയാണ് കളറെങ്കിലും, ബട്ട് ഇങ്ങനെയായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടാം. ഇതായിരിക്കും കിട്ടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് അപ്ലൈ ചെയ്യാൻ പോണത് കേട്ടോ. ഞാൻ ഇതിൻ്റെ 100ൻ്റെ പാക്കില്ലേ അതായിരുന്നു വാങ്ങാറ്. ഈ പ്രാവശ്യം 220യുടെ പാക്കാണ് കിട്ടിയത്. ബട്ട് ഞാനത് ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിയത്. ഹോൾസെയിൽ കടയിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല, അത് ഈ പാർലറിലായിട്ട് സാധനങ്ങൾ കൊണ്ടുപോകുന്ന കടയാണ്. സോ അവിടെ നിന്ന് ആയതുകൊണ്ട് ഇതെനിക്ക് 220യുടെ സാധനം 198 കിട്ടി. 200 രൂപയിൽ നിന്ന് 2 രൂപ കുറവ്. അപ്പോൾ 22 രൂപ കുറച്ച് തന്നു വരും. ഈ പാക്കിൽ എന്തൊക്കെയുണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം. ഇത് വയ്ക്കുക. നോൺ മെറ്റാലിക് ആയിട്ടുള്ള പാത്രം എടുക്കണം എന്നാണ് അറിവ്. ഞാൻ പണ്ട് മുതൽ ചെയ്യാറുണ്ട്, ഓൾറെഡി ചെയ്യാറുണ്ട്. 220ൻ്റെ പാക്ക് വാങ്ങാറില്ല, 100ൻ്റെ പാക്ക് വാങ്ങി ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ബ്രാൻഡിൻ്റെ തന്നെ കേട്ടോ, ഈ ബ്രാൻഡിൻ്റെ തന്നെയാണ് ഞാൻ വാങ്ങാറ്. അപ്പോൾ ഇതിനകത്ത് കുറേ സാധനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടാവും. ഇത്ര ഐറ്റംസ് ഉണ്ട് കേട്ടോ, ഇത്ര ഐറ്റംസ് ഉണ്ട്. ദിസ് ഫോർ ബ്രഷ്, പിന്നെ ഇത് കളറിൻ്റെ ക്രീമും ഡെവലപ്പറും ആണ്. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് പുരട്ടേണ്ടത്. പിന്നെ ഇതൊരു കണ്ടീഷണർ, നമ്മൾ ഷാമ്പൂ ചെയ്ത് കളഞ്ഞതിന് ശേഷം കണ്ടീഷണർ ഇടണം. പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, ഇത് ഗ്ലൗസ് ഉണ്ട് കേട്ടോ. ഇത് ഫുൾ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. ദേ ഡോണ്ട് മൈൻഡ്. ഞാൻ ഓൾറെഡി ഇൻസ്ട്രക്ഷൻസ് വായിച്ച് എനിക്ക് ഓൾറെഡി അറിയാം. ഇതിൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഞാൻ പുറത്ത് പോയി ഇന്നേ വരെ കളർ ചെയ്തില്ല. കാരണം ഒരു സ്ട്രിപ്പിന് തന്നെ ചെയ്തു തുടങ്ങാൻ തന്നെ 1500 1500 രൂപയാണ് സ്റ്റാർട്ടിങ് ചെയ്യണത്. എൻ്റെ ഫ്രണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആ പരിപാടിക്ക് പോയിട്ടില്ല, എനിക്ക് കാശില്ല, സ്വാഭാവികത. അപ്പോൾ നമ്മൾ ഇത് രണ്ടോടെയും കൂടി മിക്സ് ചെയ്ത് ഇതിനകത്ത് ഇടണം. അപ്പോൾ ഒരു നോൺ മെറ്റാലിക് പാത്രമാണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് പൊട്ടിക്കാൻ വേണ്ടിയുള്ള കത്രിക എടുത്തിട്ട് ഓടി കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടു. ഞാൻ പൗഡറായിട്ടുള്ളതും ക്രീമായിട്ടുള്ളതും, ഞാൻ ഇതിന് മുന്നേ ബ്രൗൺ ആണ് ചെയ്തത്, പക്ഷെ മോച്ച ബ്രൗൺ അല്ല ചെയ്തത്. അതിന് മുന്നേ ഞാൻ റെഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കുറച്ചായിട്ട് ചെയ്തോളൂ. റെഡ് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 2 രൂപയും കൂടി വാങ്ങിയതാണ്. എന്നിട്ട് അവളാണ് കൂടുതൽ റെഡ് ചെയ്തത്. ഞാൻ റെഡ് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. വാവ്, എന്നിട്ട് നമുക്ക് ഈ ബ്രഷ് എടുക്കാം കേട്ടോ. ഈ ബ്രഷ് എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മണമുണ്ട് കേട്ടോ. ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല അമോണിയത്തിൻ്റെ മണം വരുന്നുണ്ട്. അമോണിയം നോട്ട് ഗുഡ് ഫോർ അവർ ഹെയർ ആൻഡ് സ്കിന്ന്. അതായത് നമ്മൾ ബ്ലീച്ച് ഇടില്ലേ ഫേസിൽ, ആ ബ്ലീച്ചിൽ നല്ല അമോണിയ ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നോൺ മെറ്റാലിക് പാത്രത്തിൽ മിക്സ് ചെയ്യാൻ പറഞ്ഞത് ബിക്കോസ് നല്ല സ്മൂത്തിൽ മിക്സായി കിട്ടാനാണ്. എനിക്കൊരു 3-4 ഹെയറും ഉണ്ട്, ഇതിപ്പോൾ ഇച്ചിരി ആയിട്ടുള്ളൂ. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം എടുത്തിട്ട്, സ്ട്രിപ്പ് എടുത്തിട്ട് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാനാണ് പറയണത്. പിന്നെ തലയോട്ടിന്ന് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ അകലെ വിട്ടിട്ടാണ് ഇത് തേച്ച് കൊടുക്കാമോളൂ. സ്കാൽപ്പിൽ തേക്കാൻ പാടില്ല എന്നുണ്ട്. ഓൾറെഡി ഞാൻ സ്കാൽപ്പിലൊന്നും തേക്കാറില്ല. ഞാൻ ഇവിടുന്നൊക്കെ ഇങ്ങനെ കിടക്കൂലേ, അതാണ് എനിക്കിഷ്ടം. എനിക്ക് മുടിയുടെ തുമ്പത്ത് കളറായി കിടക്കുന്നില്ല, ആ പരിപാടിയാണ് ഏറ്റവും ഇഷ്ടം. ഇനിയിപ്പോൾ ഇത് എന്തോരം തികയുമെന്നൊന്നും അറിയില്ല. എനിവേ നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം ഗൈസ്. ഞാൻ ലെക്കും ലെവലില്ലാതെ ആയിരിക്കും ചെയ്യാൻ പോണത്. ഈ ഫ്രണ്ടിൽ ഈ സംഭവത്തിലൊന്നും ഞാൻ തേക്കാറില്ല കേട്ടോ. കാരണം വൃത്തിയുടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാരക വൃത്തിയുടെ ആയിരിക്കും അതിനകത്തൊക്കെ തേച്ച് പോയി കഴിഞ്ഞാൽ. സോ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തേക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തേച്ച് കൊടുത്താൽ വലിയ കുഴപ്പമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും. ഇത് തേക്കണതേ കുഴപ്പമാണ്, കളർ ചെയ്യണതേ ഹെയറിന് കൊള്ളൂല. നല്ല ഡ്രൈനെസ് ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ എനിക്ക് കളർ ചെയ്ത് കഴിയുമ്പോൾ.
ഓക്കെ, നമ്മൾ നന്നായിട്ട്, ഞാൻ എപ്പോഴും ഈ ബ്രഷും കൊണ്ട് ഇങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ട് ലാസ്റ്റ് ഈ ബ്രഷ് കളഞ്ഞിട്ട് കൈ കൊണ്ട് ചെയ്യലായിരിക്കും പതിവ്. കാരണം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇതുള്ളത് കൊണ്ട് കൈ കൊണ്ട് എന്നിട്ടൊരു 30-35 മിനിറ്റ് വയ്ക്കാമെന്ന് കേട്ടോ പറഞ്ഞേക്കണം. സത്യം പറഞ്ഞ് ഇത് തേച്ച് വന്നപ്പോൾ കുറേ ഉണ്ട് കേട്ടോ. ഞാൻ ഒട്ടും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. വലിയ ഹെയറിൻ്റെ ആ ഒരു ഭംഗി ഉണ്ടല്ലോ, അതൊക്കെ സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഇത് പെരക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒരു 3-4 മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആണ് നമ്മുടെ ഹെയറിൻ്റെ ഉള്ള ടെക്സ്ചർ തിരിച്ചിട്ടുള്ളൂ. നല്ല ഡ്രൈനെസ് ആവും കേട്ടോ ഈ സാധനം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. എനിക്ക് ആവാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ഹെയറിൻ്റെ കാര്യം എനിക്കറിയില്ല. പിന്നെ നമ്മൾ ഏത് കളർ പറ്റിയാലും നമ്മുടെ ഹെയറിൻ്റെ ഒരു ഇതനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ കളർ വരിക കേട്ടോ. എല്ലാവർക്കും സെയിം കളർ കിട്ടിക്കോളുന്നില്ലത്. ഈ സാധനത്തിൻ്റെ കളർ മാറിയത് കേട്ടോ, ഓക്സിജനുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് ഓക്സിഡൈസേഷൻ സംഭവിച്ചു എന്നുണ്ട്. ഒരു സൈസ് കളറായിട്ട് നമുക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മളെന്തായാലും ചീത്തപ്പേരായി. മറ്റതൊരു പൗഡറും ഒരു ഡെവലപ്പറും ആയിരുന്നു കേട്ടോ. ഇത് രണ്ടും ക്രീം ബേസ്ഡ് ആയതുകൊണ്ട് നമുക്ക് നല്ല സുഖമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റേത് എനിക്ക് അപ്ലൈ ചെയ്യാൻ നല്ല പാടായിരുന്നു. ഇവിടെയൊക്കെ ഇച്ചിരി തേച്ച് കൊടുക്കാല്ലേ. എന്ത് കോമാളി ലുക്കാവുമെന്തോ. ഈശ്വര, കോമാളി ലുക്കായാലും ഉണ്ടല്ലോ ഒരുപാട് എടുത്തറിയാത്ത കളർ ആയിരുന്നാൽ മതിയായിരുന്നു. മൊച്ച ബ്രൗൺ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇത്ര പറ്റണുള്ളൂ. ബാക്കി ഇച്ചിരിയോടെ വേണമെങ്കിൽ തൂത്താൻ വരും, പക്ഷെ നമുക്ക് പെരട്ടാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഞാൻ ഇത്ര ഇങ്ങനെ പെരട്ടുന്നുള്ളൂ. ഇതിന് മുന്നത്തെ കളർ കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. ഈ തുമ്പത്തൊക്കെ ഒരു ഷെയ്ഡ് ഉണ്ടോ, ഇത് ഇതിൻ്റെ മുന്നത്തെ കളറാണ്. അതങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ. എത്രയോ ഒരു വർഷം മുന്നേ കണ്ട് ഞാൻ പറ്റിയതെന്ന് ശരിക്കും. ഇത് പയ്യെ പോവുള്ളൂ, പെർമനൻറ്റ് കളർ പോലെ. കാരണം നമ്മൾ ഫെയ്ഡായിട്ട് പോവുമെങ്കിലും പോവുള്ളൂ, അല്ലാതെ പെർമനൻ്റ് ആയിട്ട് ഈ കളർ പോകില്ല. നമ്മൾ മുടി വെട്ടി കളയുമ്പോൾ മാത്രമേ പോവുള്ളൂ. അത്രയ്ക്ക് പെർമനൻസി ഉണ്ട്. അപ്പോൾ ഇനിയൊരു 30-35 മിനിറ്റ് ഞാനിത് ഇങ്ങനെ തന്നെ വയ്ക്കും. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഷാമ്പൂ ഇട്ട് കഴുകും. എന്നിട്ട് ഈ കണ്ടീഷണർ ഇട്ട് ഒരു 2-3 മിനിറ്റ്സ് വയ്ക്കും. എന്നിട്ട് നമുക്ക് കാണാം അല്ലേ. അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. കഴിവണത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഇതിങ്ങനെ ക്ലിയർ വാട്ടർ കിട്ടുന്ന വരെ കഴിയണം. ഇപ്പൊ ക്ലിയർ അല്ല, അപ്പൊ നമ്മോട് വരണം. അപ്പോൾ ഏകദേശം വാട്ടർ ക്ലിയർ ആവട്ടെ. ഞാൻ കഴുകിട്ടോ. ഇനി നമുക്ക് ഒന്ന് ഡ്രൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് കണ്ടീഷണർ ഇത്രയൊക്കെ മഞ്ഞളുടെ തോർത്തൊക്കെ തരും. ഡ്രൈ ആക്കി കൊടുക്കണം. ഇനി കണ്ടീഷണർ തേച്ച് കൊടുക്കാം. ഇത് കുറച്ച് കണ്ടീഷണർ കേട്ടുള്ളൂ. എൻ്റെ ഹെയറിന് ഇത്രയൊന്നും പോകില്ല. ഇത് ഇത്ര ഉള്ളൂ. ഈ കണ്ടീഷണർ ഒന്നിനുമില്ല. കണ്ടീഷണർ തേക്കുമ്പോൾ സ്കാൽപ്പിൽ തേക്കരുത് കേട്ടാലും.
എല്ലാവർക്കും എല്ലാം അറിയായിരിക്കും, ഞാൻ പറയണേട്ടോ തോന്നും എനിക്ക് മാത്രമേ എല്ലാം അറിയാവുള്ളൂ. കണ്ടീഷണറൊക്കെ ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നതാണല്ലോ നോർമലായിട്ട്. ഇനി ഒരു 2-3 മിനിറ്റ് വെക്കണം. അതാണ് ഞാൻ ബാക്കോട്ട് ഇട്ടത്, ഫ്രണ്ടിലോട്ട് ഇട്ടുണ്ടെങ്കിൽ കൈ തുറക്കും. അപ്പോൾ 2-3 മിനിറ്റ് വെച്ചിട്ട് ഞാൻ കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഹെയർ വാഷൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. ഇത് നനഞ്ഞിരിക്കുമ്പോൾ ഈ കളർ കാണാൻ പറ്റുന്നില്ല. പണ്ട് എനിക്ക് ഷാമ്പൂടെ നല്ല പേടിയായിരുന്നു, കളർ അപ്പടിയും പോകുമെന്ന് ഓർത്തിട്ട്. ബട്ട് ഇപ്പോൾ ഞാൻ ഷാമ്പൂ ചെയ്ത് കണ്ടീഷണർ ഇട്ടുട്ടോ. ഇതിങ്ങനെ നോർമലി ഉണങ്ങണം. ഒരു കളറും ഇപ്പം തോന്നണില്ല, കണ്ടോ നോക്ക്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ബൈ, ലവ് യു.